Hi my dear students. Yes, നമ്മൾ റൊട്ടേഷണൽ ഡൈനാമിക്സ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ. ഇക്വേഷൻസ് ഓഫ് മോഷൻ പറഞ്ഞു, വർക്ക് ഡൺ ബൈ ടോർക്ക് പറഞ്ഞു. ഓക്കെ, അതിന് മുന്നേയുള്ള എപ്പിസോഡിൽ നമ്മൾ കുറേ പ്രോബ്ലംസും ചെയ്തു അല്ലേ. ഈ പ്രോബ്ലംസൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടല്ലോ അല്ലേ. എല്ലാ സ്റ്റെപ്പും എഴുതി നോക്കണം കേട്ടോ. കുട്ടികൾ, കുറച്ച് കുട്ടികൾ, എല്ലാവരും അല്ല, കുറച്ച് കുട്ടികൾ പ്രോബ്ലംസ് കോംപ്രമൈസ് ചെയ്യുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ട്. അവർ ഡൗട്ട് ക്ലിയറൻസിനൊന്നും വരുന്നില്ല. അറൗണ്ട് 20-25 സ്റ്റുഡൻസൊക്കെയാണ് ചില സമയങ്ങളിൽ ഡൗട്ട് ക്ലിയറൻസിന് വരുന്നത് ഒരു ബാച്ചിൽ നിന്നും, ഒരു 50 സ്റ്റുഡൻസ് ഉള്ള ബാച്ചിൽ നിന്നൊക്കെ. അപ്പോൾ അത് പോരാ, എല്ലാവരും ഇൻവോൾവ് ആവണം. അതായത് പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സോൾവ് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ച് കിട്ടുന്ന ഒരു സുഖം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നിങ്ങളോട്. അത് വേറെ എന്ത് ചെയ്താലും കിട്ടില്ല, എത്ര തിയറി പഠിച്ചാലും കിട്ടില്ല. അതായത് സ്വയം ആൻസർ കണ്ടുപിടിക്കുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ വരും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ അതിലേക്ക് വരണമെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണ്ടേ. അപ്പോൾ മാക്സിമം നമ്പർ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണോ, ഞങ്ങൾ അയച്ചു തരാം. അപ്പോൾ വീണ്ടും വീണ്ടും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മെക്കാനിക്സ് ഓൾമോസ്റ്റ് ഇത് അങ്ങനെ ഫിനിഷിങ്ങിലേക്ക് പോവുകയാണ്. അതായത് റൊട്ടേഷൻ കഴിഞ്ഞു, ഗ്രാവിറ്റേഷൻ കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ മെക്കാനിക്സ് തീരും. പിന്നെ നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സാണ്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്യാൻ പറ്റണം. ഏത് പ്രോബ്ലം വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും നിങ്ങളെ കൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ആംഗുലാർ മൊമെൻ്റ് ഓൾറെഡി നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോയതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു വീണ്ടും ആംഗുലാർ മൊമെൻ്റം വരും. കാരണം ആംഗുലാർ മൊമെൻ്റത്തിലെ കുറച്ച് കേസുകൾ കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. കാരണം എന്നാലേ ഈ ചാപ്റ്ററായിട്ട് നമ്മൾ നന്നായിട്ട് സിങ്ക് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ആംഗുലാർ മൊമെൻ്റത്തിൻ്റെ ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ആണ് ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റിലോട്ട് ആദ്യം വരാം. ആംഗുലാർ മൊമെൻ്റം ഓഫ് എ പാർട്ടിക്കിൾ ഡ്യൂ ടു ട്രാൻസ്ലേഷണൽ മോഷൻ. സോ നിങ്ങൾക്കറിയാം, ട്രാൻസ്ലേഷണൽ മോഷൻ, ആംഗുലാർ മൊമെൻ്റം ഡിസ്കസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളെന്ത് ചെയ്യണം, ഒരു റെഫറൻസ് പോയിൻ്റ് പറയണം. സോ ഞാൻ ഒറിജിൻ റെഫറൻസ് പോയിൻ്റ് ആക്കി. നോക്കൂ, സെഡ് ആക്സിസ്, വൈ ആക്സിസ്, എക്സ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ ബോർഡിൻ്റെ ഔട്ട്വേർഡാണ്. അപ്പോൾ ഇതാ ഒരു പ്ലെയിൻ, ഈ കാണുന്നത് ഒരു പ്ലെയിനാണ്, എക്സ് വൈ പ്ലെയിൻ അല്ലേ. എക്സ് വൈ പ്ലെയിൻ അല്ലേ, ഇതാ എക്സ് ഇവിടെ വൈ. ഈ ആക്ച്വലി എക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ പേപ്പർ ആൻഡ് ഔട്ട്വേർഡ് ആണ് കേട്ടോ. അപ്പോൾ പ്ലെയിൻ എങ്ങനെ വരും ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ എക്സ് വൈ പ്ലെയിൻ ഇങ്ങനെയാണ്, ഇതാട്ടോ ഇങ്ങനെ പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ ബോർഡ് ആൻഡ് ഔട്ട്വേർഡ് കേട്ടോ. ഈ പ്ലെയിനിലാണ് ഒരു ബോഡി ട്രാവൽ ചെയ്യുന്നത്. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം നിങ്ങൾ കേട്ടോ. അതായത് ഒരു പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്നു, ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. ആ സമയത്ത് നമ്മൾ ആ ബോഡിയിലേക്ക് വരച്ച പൊസിഷൻ വെക്ടർ ഉണ്ടല്ലോ, നോക്കുക, പൊസിഷൻ വെക്ടർ ആർ, അതും വെലോസിറ്റിയും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. അതായത് പൊസിഷൻ വെക്ടറും വെലോസിറ്റിയും സെയിം ഡയറക്ഷൻ അല്ല. തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ പൊസിഷൻ വെക്ടർ ആൻഡ് വെലോസിറ്റി. ആ കേസിൽ നിങ്ങൾക്ക് അറിയാം എന്താ ചെയ്യേണ്ടത്. ബോഡിയുടെ മൊമെൻറ്റം ഈ ഡയറക്ഷനിലാണല്ലോ mv. ആ മൊമെൻറ്റത്തെ നമ്മൾ എന്ത് ചെയ്യും, റിസോൾവ് ചെയ്യും ഇങ്ങോട്ട് പൊസിഷൻ വെക്ടറിൻ്റെ സെയിം ഡയറക്ഷനിലേക്ക്. അതാണ് mv കോസ് തീറ്റ. പിന്നെ നമ്മുടെ പൊസിഷൻ വെക്ടറിന് പെർപെൻഡിക്കുലറായി mv സൈൻ തീറ്റ. എന്നിട്ട് നമ്മൾ ആംഗുലാർ മൊമെൻ്റം കാണാൻ ചെയ്ത മെത്തേഡ് എന്തായിരുന്നു, ആംഗുലാർ മൊമെൻ്റം L is equal to mv സൈൻ തീറ്റ ഇൻറ്റു ആർ. ഏത് കമ്പോണൻറ്റ് മാത്രമേ എടുക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പൊസിഷൻ വെക്ടറുമായി പെർപെൻഡിക്കുലറായി വരുന്ന കമ്പോണൻറ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. മൊമെൻറ്റ് ഓഫ് മൊമെൻറ്റം എന്നല്ലേ. ഓക്കെ, അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ മൊമെൻറ്റ് അതായത് mv സൈൻ തീറ്റ ഇൻറ്റു ആർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് എഴുതുന്നു, L is equal to r mv സൈൻ തീറ്റ or L is equal to rp സൈൻ തീറ്റ or L is equal to come on, L is equal to r cross p എന്ന് എഴുതും അല്ലേ, r cross p. ഓക്കെ, ഇനി നിങ്ങൾ ആർ ക്രോസ് പിയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. നോക്കൂ, ആർ ഇങ്ങോട്ടും പി ഇങ്ങോട്ടുമാണ്. അപ്പോൾ ആർ ക്രോസ് പി കണ്ടാൽ, ആർ ക്രോസ് പി എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, എക്സ് വൈ പ്ലെയിനിലാണ് ആർ വെക്ടർ, വി എന്ന് പറയുമ്പോൾ ഏതോ ഒരു ഡയറക്ഷനിലുണ്ട്. അപ്പോൾ അതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആവേണ്ട ആംഗുലാർ മൊമെൻ്റത്തിൻ്റെ ഡയറക്ഷൻ. നിങ്ങൾ കമ്പോണൻറ്റ് ഫോമിൽ എഴുതിയതിന് ശേഷം ഡയറക്ഷൻ കണ്ടുപിടിച്ച് നോക്കൂ. L is equal, നമുക്ക് ഇങ്ങനെ എഴുതാം, L is equal to ആർ പി സൈൻ തീറ്റ ഇൻറ്റു കെ ക്യാപ്. ഹിയർ കെ ക്യാപ്, അതായത് ആംഗുലാർ മൊമെൻ്റം അലോങ് സെഡ് ആക്സിസ് ആയിരിക്കും. ഇതാണ് പ്ലെയിൻ എങ്കിൽ ആ പ്ലെയിനിന് പെർപെൻഡിക്കുലറാണ് ആംഗുലാർ മൊമെൻ്റം.
കഴിഞ്ഞ ഒരു എപ്പിസോഡ് കണ്ടതിന് ശേഷം ഒരു സ്റ്റുഡൻറ്റ് എന്നോട് ഒരു ഡൗട്ട് ചോദിച്ചു, സാർ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ അപ്വേഡ് ആണെങ്കിൽ ബോഡി അപ്വേഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നില്ലല്ലോ. നെവർ. ഒരിക്കലും ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷനിൽ ബോഡിക്ക് മൂവ്മെൻറ്റ് പോസിബിൾ അല്ല. അതുകൊണ്ട് ആ വെക്ടറിനെ നമ്മൾ സ്യൂഡോ വെക്ടർ എന്നാണ് പറയാറുള്ളത്. PSUDO, സ്യൂഡോ വെക്ടർ. ആക്സിയൽ വെക്ടർ ഓർ സ്യൂഡോ വെക്ടർ. അതായത് ഇപ്പോൾ ഇതാണ് ബോഡി മൂവ് ചെയ്യുന്ന പ്ലെയിൻ എങ്കിൽ അതിന് പെർപെൻഡിക്കുലറാണ് എന്ത് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ. ഒരു കാരണവശാലും ബോഡിക്ക് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ആക്സിയൽ വെക്ടർ ഓർ സംടൈംസ് വി കോൾ ഇറ്റ് ആസ് സ്യൂഡോ വെക്ടർ. ഓക്കെ, സോ RP sin θ ഇൻറ്റു കെ ക്യാപ്പ് ആണ് എന്തിൻ്റെ വാല്യൂ, ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ. കെ ക്യാപ്പ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷനെയാണ്. RP sin θ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് കാണിക്കുന്നത്. പിന്നെ ഓരോ ഇൻസ്റ്റൻറ്റിലും ആംഗിൾ മാറുന്നതിനനുസരിച്ച്, അതായത് മൊമെൻറ്റവും പൊസിഷൻ വെക്ടറും തമ്മിലുള്ള ആംഗിൾ മാറുന്നതിനനുസരിച്ച് എന്ത് മാറാം? ആംഗുലാർ മൊമെൻറ്റം മാറാം. അപ്പം നമുക്കറിയാം തീറ്റ ചേഞ്ച് ചെയ്യണമെങ്കിൽ, അതായത് പൊസിഷൻ വെക്ടറും മൊമെൻറ്റവും തമ്മിലുള്ള ആംഗിൾ മാറണമെങ്കിൽ വി ഷുഡ് അപ്ലൈ എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലേ? നിങ്ങൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വെലോസിറ്റി ഓർ മൊമെൻറ്റം ഓഫ് ദ ബോഡി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഞാൻ നിങ്ങൾക്ക് നേരത്തെ പ്രൂവ് ചെയ്ത് തന്നിട്ടുണ്ട്. XY പ്ലെയിനിൽ ബോഡി യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ ആംഗുലാർ മൊമെൻറ്റം വിത്ത് റെസ്പെക്ട് ടു ദ ഒറിജിൻ ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാറണമെങ്കിൽ യു ഷുഡ് അപ്ലൈ ടോർക്ക്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ പറയാം ഫോഴ്സ് പല പല ഡയറക്ഷനിൽ ആക്ട് ചെയ്ത് മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ മാറി മാറി വരികയാണെങ്കിൽ നമുക്ക് പറയാം ആംഗുലാർ മൊമെൻറ്റം വിത്ത് റെസ്പെക്ട് ടു ദ ഒറിജിൻ ഈസ് ചേഞ്ചിങ്, അതർവൈസ് ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് ആംഗുലാർ മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ ഡ്യൂ ടു ട്രാൻസ്ലേഷണൽ മോഷൻ. പാർട്ടിക്കിൾ ഡ്യൂ ടു ട്രാൻസ്ലേഷണൽ മോഷൻ. ഓക്കെ, യെസ്. നമ്മൾ ഇനി പറയുന്നു ആംഗുലാർ മൊമെൻറ്റം ഡ്യൂ ടു റൊട്ടേഷൻ ഓഫ് എ പാർട്ടിക്കിൾ. ഇപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതാ Z ആക്സിസ്, Y ആക്സിസ്, എക്സ് എവിടേക്കാണ്? പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ ബോർഡ് ആൻഡ് ഔട്ട്വേർഡ്. അപ്പോൾ XY പ്ലെയിനിൽ ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ നോക്കൂ, ഇതാണ് പ്ലെയിൻ. ഓക്കെ, XY പ്ലെയിൻ. XY പ്ലെയിനിൽ വിത്ത് റെസ്പെക്ട് ടു Z ആക്സിസ്, ഇതാണ് Z ആക്സിസ്. ഈ Z ആക്സിസിനെ ബേസ് ചെയ്ത് ഒരു ബോഡി റിവോൾവ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? റിവോൾവ് ചെയ്യുന്നു. അപ്പോൾ ആക്സിസ് Z നമ്മൾ ചൂസ് ചെയ്തു. ദെൻ ഒറിജിനെ ബേസ് ചെയ്ത് ബോഡി കറങ്ങുന്നു ഇൻ എ സർക്കുലർ ഓർബിറ്റ് ഓഫ് റേഡിയസ് R വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി V. കോൺസ്റ്റൻറ്റ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻറ്റ് സ്പീഡ്, കാരണം ഡയറക്ഷൻ മാറും. എല്ലാവർക്കും അറിയാം കറങ്ങുന്ന സമയത്ത് വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചോദിച്ചാൽ ടാൻജൻറ്റ് എന്നല്ലേ പഠിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു XY പ്ലെയിനിൽ റിവോൾവ് ചെയ്യുന്ന, നമുക്ക് ഞാനൊന്ന് മാറ്റി വരയ്ക്കുന്നുണ്ട്. XY പ്ലെയിനിൽ ബോഡി കറങ്ങുന്നു. അപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റിൽ ഞാൻ പൊസിഷൻ വെക്ടർ വരച്ചു, വെലോസിറ്റി വെക്ടർ വരച്ചു അല്ലേ? അപ്പോൾ R വെക്ടറും V വെക്ടറും തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി അല്ലേ വരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇവിടെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്നു. ഓക്കെ, അല്ലെങ്കിൽ എർത്തിന് ചുറ്റും സാറ്റലൈറ്റ്സ് റിവോൾവ് ചെയ്യുന്നു സർക്കുലാർ ഓർബിറ്റിൽ. അങ്ങനെയുള്ള കേസുകളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം L ഈസ് ഈക്വൽ എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ R ക്രോസ് P എന്നാണ്, ആണല്ലോ. ഓർ L ഈസ് ഈക്വൽ ടു RP sin θ. ഓക്കെ, ഒന്നുകിൽ പൊസിഷൻ വെക്ടറിനെ റിസോൾവ് ചെയ്യണം, അല്ലെങ്കിൽ മൊമെൻറ്റത്തിനെ റിസോൾവ് ചെയ്യണം. അത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ L ഈസ് ഈക്വൽ ടു R ഇൻറ്റു MV എന്ന് വരുന്നു. പിക്ക് പകരം നമ്മൾ MV കൊടുത്തു. സൈൻ തീറ്റ എന്തുകൊണ്ടാണ് എഴുതാത്തത്? സി, ദ ആംഗിൾ ബിറ്റ്വീൻ R ആൻഡ് P ഈസ് 90 ഡിഗ്രി. ഓക്കെ, ഇനി V ഈക്വൽ ടു എല്ലാവർക്കും അറിയാം R ഒമേഗ എന്ന് പഠിച്ചിട്ടുണ്ടല്ലേ സർക്കുലാർ മോഷനിൽ. അതായത് ഈ ബോഡി കറങ്ങുമ്പോൾ ഇയാളുടെ ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണെങ്കിൽ, ഇതാ ഈ റേഡിയസ് R ആണെങ്കിൽ V ഈക്വൽ ടു R ഒമേഗ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ V ഈക്വൽ ടു R ഒമേഗ കൊടുക്കുക. അപ്പോൾ L ഈസ് ഈക്വൽ ടു R ഇൻറ്റു M ഇൻറ്റു R ഒമേഗ. അപ്പോൾ R സ്ക്വയർ ആവുന്നു. അപ്പോൾ L ഈസ് ഈക്വൽ ടു MR സ്ക്വയർ ഒമേഗ. ദെൻ വാട്ട് അബൌട്ട് MR സ്ക്വയർ? MR സ്ക്വയർ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചല്ലോ, സോ I ഒമേഗ. സോ ആംഗുലാർ മൊമെൻറ്റം വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ L ഈസ് ഈക്വൽ I ഒമേഗ. എന്താണ് I എന്ന് പറയുമ്പോൾ ഈ പാർട്ടിക്കിൾ എന്നാണല്ലോ പറഞ്ഞത്. ഇയാൾ R ഡിസ്റ്റൻസ് അകലെ കറങ്ങുമ്പോൾ അയാളുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ പഠിപ്പിച്ച് കഴിഞ്ഞതാണ്. ഇറ്റ് ഈസ് MR സ്ക്വയർ റീപ്ലേസ്ഡ് ബൈ I. ആൻഡ് ഒമേഗ ഈസ് ദ
ആംഗുലാർ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ യൂണിഫോം സർക്കുലാർ മോഷൻ ആണെങ്കിൽ ഒമേഗ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. ഒമേഗ കോൺസ്റ്റൻ്റ് ആണ്. ഒമേഗ കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ ഐ ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണ്, ഡിപ്പെൻഡ്സ് ഓൺ ദ റേഡിയസ് ആൻഡ് മാസ് ഓഫ് ദി പാർട്ടിക്കിൾ. അങ്ങനെയാണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം എൽ ഈസ് ഈക്വൽ ടു ഐ ഒമേഗ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ കേസ് ഉണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ കറങ്ങുന്ന സമയത്ത് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ എവിടേക്കായിരിക്കും? ഈ കേസ് അല്ല കേട്ടോ, ഇത് ഞാൻ വേറൊരു കേസ് വരച്ചത് നിങ്ങൾക്ക് പെട്ടെന്ന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ആ കറങ്ങുന്ന ഡയറക്ഷനിൽ നമ്മൾ നമ്മുടെ ഫിംഗേഴ്സ് പിടിക്കുക. തമ്പ് വിൽ ഗീവ്സ് യു ദ ഡയറക്ഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ ഈ കേസിൽ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ പെർപെൻഡിക്കുലർ, അതായത് ബോഡി ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ ബോർഡ് ആൻഡ് ഔട്ട്വേർഡ്. കറക്റ്റ് അല്ലേ? അതെ. എന്നാൽ ബോഡി തിരിച്ചാണ് കറങ്ങിയിരുന്നെങ്കിലോ, അതായത് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണ്ടാലറിയാം, യെസ് ഇറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ഇൻസ്റ്റെഡ് ഓഫ് ആൻറ്റി ക്ലോക്ക് വൈസ് ബോഡി റിവോൾവ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആയിട്ടാണെങ്കിൽ, അതാ ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറങ്ങുന്നതെങ്കിൽ പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ ബോർഡ് ആൻഡ് ഇൻവേർഡ്. അപ്പോൾ ഇവിടെ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. അതായത് സെൻസ് ഓഫ് റൊട്ടേഷൻ നോക്കണം. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഔട്ട്വേർഡ്, ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇൻവേർഡ്. ക്ലിയർ അല്ലേ? ഇനി ഈ ഒരു കേസിലോട്ട് വരുമ്പോൾ ഇത് തന്നെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. പക്ഷെ അവിടെ പ്ലെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പ്ലെയിൻ എങ്ങനെ ചൂസ് ചെയ്തു നോക്കുക. ഇങ്ങനെയാണ് പ്ലെയിൻ. ഈ പ്ലെയിനിലാണ് ബോഡി റിവോൾവ് ചെയ്യുന്നത്. ഓക്കെ, ആ പ്ലെയിനിൽ ബോഡി റിവോൾവ് ചെയ്യുമ്പോൾ ആക്സിസ് ഞാൻ പറഞ്ഞു സെഡ് ആക്സിസ് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, ബോഡി ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ എവിടേക്കാണ്? അപ്വേർഡ്, സെഡ് ആക്സിസിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമേ പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ ഡിഫൈൻ ചെയ്യണം. അതായത് ആർ വെക്ടറും വി വെക്ടറും ഏത് ഡയറക്ഷനിലാണെന്ന് ഡിഫൈൻ ചെയ്യണം. എന്നിട്ടേ നമുക്ക് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ പറയാൻ പറ്റുള്ളൂ. ഈ കേസിൽ ക്ലിയർ ആണല്ലോ. പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ പേപ്പർ, ഹിയർ നോട്ട് പേപ്പർ, ബോർഡ് ആൻഡ് ഔട്ട്വേർഡ്. ഇവിടെയോ ദാ ബോഡി ഇങ്ങോട്ടാണ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത്. ഇതാണ് പ്ലെയിൻ. അങ്ങനെയുള്ള അപ്വേർഡ് മീൻസ് അലോങ് സെഡ് ആക്സിസ്. ഓക്കെ, പിന്നെ ഐ ഡൗട്ട് വരില്ലല്ലോ. ഐ എന്ന് പറയുമ്പോൾ ആരാണ്? mr². സോ ഐ ഒമേഗ ഈസ് ദ ആംഗുലാർ മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ ഡ്യൂ ടു റൊട്ടേഷൻ അബൌട്ട് എ ഫിക്സ്ഡ് ആക്സിസ്. ക്ലിയർ അല്ലേ? ആംഗുലാർ മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ. അതിൽ ട്രാൻസ്ലേഷനും പറഞ്ഞു, റൊട്ടേഷനും പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആംഗുലാർ മൊമെൻറ്റം ഓഫ് എ റിജിഡ് ബോഡി ഡ്യൂ ടു റൊട്ടേഷൻ. റിജിഡ് ബോഡി. അപ്പോൾ ഹിയർ റിജിഡ് ബോഡി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡിസ്ക് ലൈക്ക് അറേഞ്ച്മെൻ്റ് ആണെന്ന് വിചാരിച്ചോളൂ. അത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഇതാ നോക്കൂ, വൈ ഇങ്ങോട്ടും എക്സ് ഇങ്ങോട്ടും സെഡ് മുകളിലോട്ടും. അപ്പോൾ ഇതാണ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇതാ ഇങ്ങനെ നിൽക്കും കേട്ടോ. ഇങ്ങനെ ഈ പ്ലെയിനിലാണ് ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നത് എബൌട്ട് സെഡ് ആക്സിസ്. അപ്പോൾ ഡിസ്കിൻ്റെ സെൻറ്റർ നമ്മൾ ഒറിജിനിൽ നിന്ന് എടുത്തു. ഒറിജിനിലാണ് ഡിസ്കിൻ്റെ സെൻറ്റർ. അപ്പോൾ ആ പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഡിസ്ക് റിവോൾവ് ചെയ്യുന്നു വിത്ത് എ കോൺസ്റ്റൻറ്റ് ആംഗുലാർ വെലോസിറ്റി ഒമേഗ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കമോൺ, ആംഗുലാർ മൊമെൻറ്റം ഡി എൽ എന്ന് പറയുമ്പോൾ നമ്മൾ അതിലെ ഒരു എലമെൻറ്റിൻ്റെ ഒരു റിംഗ് ആണെന്ന് വിചാരിച്ചോളൂ. ഡിസ്ക് എന്ന് പറയുമ്പോൾ കുറേ റിങ്ങുകളെ നമ്മൾ ടൈറ്റ്ലി പാക്ക് ചെയ്തിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, ഒരു ഡിസ്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലെ ഒരു റിങ്ങിൻ്റെ ആംഗുലാർ മൊമെൻറ്റം ഡി എൽ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം? ഡി ഐ ഇൻറ്റു ഒമേഗ. ഒമേഗ എന്ന് പറയുമ്പോൾ നമുക്കറിയാം റിജിഡ് ബോഡിയാണ്. ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എല്ലാ പോയിന്റുകളുടെയും ആംഗുലാർ വെലോസിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എൽ കിട്ടാൻ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പ്രൊസീജിയർ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഡി ഐ ഇൻറ്റു ഒമേഗ കോൺസ്റ്റൻ്റ് ആണ്. സോ ഒമേഗ പുറത്ത് വന്നു. ഇൻറ്റഗ്രൽ ഡി ഐ എല്ലാ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഐ. സോ ഐ ഒമേഗ പഴയ ഇക്വേഷൻ തന്നെ വരുന്നു. എൽ ഈസ് ഈക്വൽ ഐ ഒമേഗ. ഇവിടെ ഐ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡിസ്ക് ആണെന്ന് വിചാരിച്ചോളൂ. ഇത് ഡിസ്ക് ആണെന്ന് വിചാരിച്ചോളൂ. എബൌട്ട് സെൻറ്റർ ഓഫ് മാസ് അയാൾ എന്ത് ചെയ്യുന്നു? റിവോൾവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അയാളുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എല്ലാവർക്കും അറിയാം. ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ എന്തായിരുന്നു? mr²/2. അപ്പോൾ നിങ്ങളിവിടെ ഐ ഒമേഗയിൽ ഐക്ക് പകരം mr²/2 എന്ന് കൊടുക്കണം. റിംഗ് ആണെങ്കിലോ mr² കൊടുക്കണം. സോളിഡ് സ്ഫിയർ ആണെങ്കിലോ 2/5 mr² കൊടുക്കണം. ഹോളോ സ്ഫിയർ ആണെങ്കിലോ 2/3 mr² കൊടുക്കണം. അപ്പോൾ ബോഡി ഏതാണെന്ന് അറിഞ്ഞതിന് ശേഷം, ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഏതാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേഷ്യയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോളൂ, ആംഗുലാർ മൊമെൻറ്റം ഓഫ് എ റിജിഡ് ബോഡി ഡ്യൂ ടു റൊട്ടേഷൻ ഈസ് ആൾസോ ഐ ഒമേഗ. ഇവിടെ ബോഡി റൊട്ടേറ്റ് ചെയ്തത് അയാളുടെ സെൻറ്റർ ഓഫ് മാസിലൂടെ പോണ ആക്സിസിലെ കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ട്രാൻസ്ലേഷനും റൊട്ടേഷനും കൂടെ ഒരുമിച്ച് വന്നാൽ എന്താ സംഭവിക്കുക? അപ്പോൾ നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്
ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദി റിജിഡ് ബോഡി ഡ്യൂ ടു ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ഈ പോയിന്റ് ആണ് എടുക്കുന്നത് ഒറിജിൻ ഓ. അപ്പോൾ നോക്കൂ, എ റിജിഡ് ബോഡി, അയാളുടെ ബൗണ്ടറിയാണ് ഈ കാണുന്നത്. റിജിഡ് ബോഡി, ടോട്ടൽ മാസ് ക്യാപിറ്റൽ എം. അയാളുടെ സെൻറ്റർ ഓഫ് മാസ് ആണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ് വെലോസിറ്റി ഈസ് v0. വിത്ത് റെസ്പെക്ട് ടു ദി ഒറിജിൻ വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ ബോഡി ഈസ് v0 ആൻഡ് ദ ആംഗുലാർ വെലോസിറ്റി ഈസ് ഒമേഗ. ആംഗുലാർ വെലോസിറ്റി ഈസ് ഒമേഗ. ഓക്കെ, അതായത് രണ്ടുമുണ്ട്, ട്രാൻസ്ലേഷണൽ മോഷനുണ്ട്, ഒപ്പം റൊട്ടേഷനും ഉണ്ട്. അപ്പോൾ ഒരാൾ ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ നിന്ന് ഒരാൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഫീൽ ചെയ്യുന്ന ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം എത്ര? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഒറിജിനിൽ നിന്നും ഞാൻ ഇവിടേക്കൊരു ലൈൻ വരയ്ക്കുന്നു, പൊസിഷൻ വെക്ടർ വരയ്ക്കുന്നു. ആ ഡിസ്റ്റൻസ് ആണ് r0. സോ r0 ഈസ് ദ പൊസിഷൻ വെക്ടർ ഓഫ് സെൻറ്റർ ഓഫ് മാസ് വിത്ത് റെസ്പെക്ട് ടു O. v0 ഈസ് ദ വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് വിത്ത് റെസ്പെക്ട് ടു O. ക്ലിയർ അല്ലേ? നമുക്ക് വേണ്ടത് ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റമാണ്. അപ്പോൾ നിങ്ങൾ യു ചൂസ് എ പോയിന്റ് മാസ് എനിവെയർ ഓൺ ദ ബോഡി. എവിടെ വേണമെങ്കിലും എടുക്കാം കേട്ടോ, ആസ് യു ലൈക്ക്. അവിടെ തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അത് ഇവിടെ എടുക്കാം, ഇവിടെ എടുക്കാം, എവിടെ വേണമെങ്കിലും എടുക്കാം. അത് അവിടെ എടുത്തോളൂ. വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ ഓഫ് മാസ്, അതായത് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിനെ ബേസ് ചെയ്ത് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ r എന്ന് എടുക്കുന്നു. r. ഓക്കെ, അതുപോലെ തന്നെ ആ പോയിന്റിന് ഒരു വെലോസിറ്റി ഉണ്ടാവാം. ആ വെലോസിറ്റി ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് വേറെ എവിടേക്കോ ഒരു വെലോസിറ്റി ഉണ്ട്. ഓക്കെ, r and v, this v, r and v are the position vector and velocity of a particle with respect to the center of mass frame. ഓക്കെ, ഇപ്പം സെൻറ്റർ ഓഫ് മാസിനെ ബേസ് ചെയ്ത് ഈ ഒരു പാർട്ടിക്കിൾ നമ്മൾ ഇമാജിൻ ചെയ്തു, അതിൻ്റെ മാസ് m ആണ്, അയാളുടെ വെലോസിറ്റി v, പൊസിഷൻ വെക്ടർ r. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആംഗുലാർ മൊമെൻറ്റം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ പോയിന്റിനെ ബേസ് ചെയ്താണല്ലോ. ഇവിടെ നിന്ന് ഞാൻ ആ മാസിലോട്ട് ഞാനൊരു ലൈൻ വരച്ചു. ഓക്കെ, അപ്പോൾ ആ വെക്ടർ എന്തായിരിക്കും? എല്ലാവർക്കും അറിയാൻ പറ്റി, r0 പ്ലസ് r അല്ലേ വരുന്നത്. വെക്ടോറിയൽ ആഡ് ചെയ്യണം കേട്ടോ. r0 പ്ലസ് r ഈസ് ഈക്വൽ ടു ദിസ് വൺ. പിന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് പിന്നെ കാൽക്കുലേറ്റ് ചെയ്യാം, കാരണം നമുക്ക് പോയിന്റ് എവിടെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഈ സൈഡ് കിട്ടാൻ വെക്ടർ r0 പ്ലസ് വെക്ടർ r എടുത്തു. അതായത് ആ മാസിൻ്റെ, ഈ മാസിൻ്റെ കേട്ടോ, ഈ മാസിൻ്റെ. ഓക്കെ, ഇപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിനെ ബേസ് ചെയ്ത്, അതായത് ഈ പോയിന്റിനെ ബേസ് ചെയ്ത് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾ അല്ലെങ്കിൽ മാസ്, അയാളുടെ വെലോസിറ്റി വിയും അവിടേക്കുള്ള പൊസിഷൻ വെക്ടർ ആറുമാണ്. എന്നാൽ വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ്, വാട്ട് ഈസ് ദ പൊസിഷൻ വെക്ടർ? r0 പ്ലസ് r ആണല്ലോ. ഒപ്പം വെലോസിറ്റിയോ, ഈ പോയിന്റിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ വെലോസിറ്റി എന്ന് പറയുമ്പോൾ സെൻറ്റർ ഓഫ് മാസിനെ ബേസ് ചെയ്ത് v ഉണ്ട്, കാരണം ഡ്യൂ ടു റൊട്ടേഷൻ. പ്ലസ് ഈ v0 കൂടെ എടുക്കണ്ടേ വിത്ത് റെസ്പെക്ട് ടു ഈ പോയിന്റ്. ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഈ വെലോസിറ്റിയുടെ ഡയറക്ഷനും ആ വെലോസിറ്റിയുടെ ഡയറക്ഷനും നമുക്കറിയില്ല എവിടേക്കാണെന്ന്. സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി ഇവിടേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ v എന്ന് പറയുന്ന വെക്ടർ എവിടേക്ക് വേണമെങ്കിലും വരാം. നിങ്ങൾ ആ പോയിന്റിൽ എന്ത് വരച്ച് നോക്കണം? ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിച്ചതിന് ശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വെലോസിറ്റി വെക്ടർ വരച്ച് നോക്കണം. ഇപ്പോൾ വെലോസിറ്റി വെക്ടറും അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി വെക്ടറും വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റും ഒരേ ഡയറക്ഷൻ ആവണം നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വെക്ടർ സം എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊസീജിയർ നോക്കിക്കോളൂ കേട്ടോ. ഞാനൊരു മാസ് കൺസിഡർ ചെയ്യുന്നു. ആ മാസിലോട്ടുള്ള പൊസിഷൻ വെക്ടറാണ് r0 പ്ലസ് r. ഓക്കെ, ആ പോയിന്റിൻ്റെ വെലോസിറ്റിയാണ്, നമുക്കറിയില്ല ഏത് ഡയറക്ഷനാണെന്ന് അറിയില്ല, ആ പോയിന്റിൻ്റെ വെലോസിറ്റിയാണ്. നമുക്കിങ്ങനെ എടുക്കാം, v0 പ്ലസ് v, വെക്ടോറിയൽ ആഡ് ചെയ്യണേ, v0 പ്ലസ് v. r0 പ്ലസ് r ആരാ?
ആ അസ്യൂം ചെയ്ത മാസ് ഉണ്ടല്ലോ സ്മോൾ എം, അയാളുടെ പൊസിഷൻ വെക്ടർ വിത്ത് റെസ്പെക്ട് ടു അതുപോലെ തന്നെ ആ പാർട്ടിക്കിളിൻ്റെ അല്ലെങ്കിൽ ആ മാസിൻ്റെ വെലോസിറ്റിയാണ് v0 പ്ലസ് വി. ക്ലിയർ അല്ലേ? അപ്പോൾ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു സിഗ്മ. എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് സിഗ്മ? നമ്മൾ ഒരു പാർട്ടിക്കിളിൻ്റെയാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. അതുപോലെ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്, സോ മെനി പാർട്ടിക്കിൾസ് ഉണ്ട്. അതുകൊണ്ടാണ് സിഗ്മ. എം ഇൻറ്റു അയാളുടെ പൊസിഷൻ വെക്ടർ ആർ പ്ലസ് r0. അത് ക്ലിയർ ആണല്ലോ? ദാ ആർ പ്ലസ് r0 പ്ലസ് ഇൻറ്റു വി പ്ലസ് v0. എന്തുകൊണ്ടാണ് വി പ്ലസ് v0? v0 എന്ന് പറയുമ്പോൾ ഈ പോയിന്റിനെ ബേസ് ചെയ്ത് ട്രാൻസ്ലേഷണൽ മോഷൻ കാരണമുണ്ടായ വെലോസിറ്റിയും വി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിനെ ബേസ് ചെയ്ത് പറയുന്ന സെൻറ്റർ ഓഫ് മാസ് റെഫറൻസ് ആക്കി എടുത്തുകൊണ്ടുള്ള വെലോസിറ്റിയും റൊട്ടേഷണൽ വെലോസിറ്റി എന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ അത് കിട്ടി. ഇനിയുള്ള സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, നോർമൽ പ്രൊസീജിയറാണ് മൾട്ടിപ്ലിക്കേഷൻ. സിഗ്മ ആർ ഇൻറ്റു വി, ദെൻ ആർ ഇൻറ്റു v0, ദെൻ r0 ഇൻറ്റു വി, ദെൻ r0 ഇൻറ്റു v0. ഓക്കെ, അങ്ങനെ നമുക്ക് ഇതാ ഈ ഒരു അറേഞ്ച്മെൻറ്റ് കിട്ടുന്നു. ഓക്കെ, സിംപ്ലി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ചെറിയൊരു റീഅറേഞ്ച്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ആ റീഅറേഞ്ച്മെൻറ്റ് നോക്കൂ നിങ്ങൾ. സിഗ്മ എം ഫസ്റ്റ് ടേമിൽ മാറ്റമൊന്നുമില്ല, ഇത് അതുപോലെ തന്നെ കീപ്പ് ചെയ്തു, നോ ചേഞ്ച്. ലാസ്റ്റ് ടേമും അതുപോലെ തന്നെ കീപ്പ് ചെയ്തു, നോ ചേഞ്ച്. ഇതിൽ രണ്ടിലും ചെറിയ മാറ്റങ്ങളുണ്ട്. സിഗ്മ എം ഇൻറ്റു r0 വി, ഞാൻ അതിനൊന്ന് റീഅറേഞ്ച്, നമുക്കൊരു റിസൾട്ടിലോട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടി ഒരു റീഅറേഞ്ച്മെൻറ്റ് നടത്തുന്നു. r0 ഔട്ട് എടുത്തു, r0 ഇൻറ്റു സിഗ്മ എം ഇൻറ്റു വി, സിഗ്മ എം വി, ശരിയല്ലേ? സിഗ്മ എം വി ഇൻറ്റു r0. ഓക്കെ, ദെൻ ഇവിടെ അതുപോലെ നമ്മൾ ചെയ്ത ടെക്നിക്ക് എന്താണ്? ആറ് പുറത്തെടുത്തു, സിഗ്മ എം ആർ ഇൻറ്റു v0. അപ്പോൾ ഈ രണ്ട് ടേമുകൾ ശ്രദ്ധിക്കുക. അതിൽ ചെറിയൊരു റീഅറേഞ്ച്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എഴുതിയെടുക്കുക കേട്ടോ, അപ്പോഴേ നിങ്ങൾക്കത് ക്ലിയർ ആവുള്ളൂ. ഓരോ സ്റ്റെപ്പായിട്ട് എഴുതുക. റീഅറേഞ്ച്മെൻറ്റ് എഴുതിയെടുത്തല്ലോ. ഫസ്റ്റ് ടേം അതുപോലെ നിർത്താൻ പറഞ്ഞു, ലാസ്റ്റ് ടേമും അതുപോലെ നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. ഈ രണ്ട് ടേമുകൾ നമ്മൾ റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇനി അതിൽ നിങ്ങൾ നോക്കൂ, സിഗ്മ എം വി, അതായത് ഇവൻ സിഗ്മ എം വി, എം എന്ന് പറയുമ്പോൾ അതിലെ ഒരു മാസ് പാർട്ടിക്കിൾ അല്ലേ? നമ്മളിവിടെ നേരത്തെ ചൂസ് ചെയ്തിരുന്ന ഒരു മാസാണത് ആണല്ലോ. അയാളുടെ വെലോസിറ്റിയാണ് വി. വി എന്ന് പറയുമ്പോൾ ഏത് വെലോസിറ്റിയാണ് അത്? റൊട്ടേഷൻ കാരണമുള്ള വെലോസിറ്റി. എങ്ങനെ കറങ്ങുമ്പോൾ നമ്മളവിടെ ടാൻജൻറ്റ് വരച്ചാൽ കിട്ടുന്ന വെലോസിറ്റി. പക്ഷേ ആ പോയിന്റിൽ എന്തുണ്ട്? ഈ വെലോസിറ്റി ഉണ്ട്, v0 ഉണ്ട്. അപ്പോൾ അതിൻ്റെ സമ്മാണ് നമ്മളവിടെ ഈ വി പ്ലസ് v0 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വി എന്ന് പറയുമ്പോൾ എന്ത് മാത്രമാണ്? കമോൺ, വി എന്ന് പറയുമ്പോൾ ഏത് മാത്രമാണ്? ആ റൊട്ടേഷൻ കാരണം കിട്ടിയ വെലോസിറ്റിയാണ് വി. ഓക്കെ, നമ്മൾ ഒബ്സർവറെ ഇവിടെ വെച്ചു, ഈ പോയിന്റിൽ വെച്ചു. ആരുടെ സെൻറ്റർ ഓഫ് മാസ്? ആ ബോർഡറെ സെൻറ്റർ ഓഫ് മാസ്. ആ ബോർഡറെ സെൻറ്റർ ഓഫ് മാസിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സം എടുക്കുമ്പോൾ 0 വരണ്ടേ? അതുകൊണ്ടാണ് ഈ ടേം സിഗ്മ എം ഇൻറ്റു വി, ഒരാളല്ല ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്, എല്ലാവരുടെയും കൂടെ എന്ത് കണ്ടുപിടിച്ചു? സിഗ്മ എം ഇൻറ്റു വി കണ്ടുപിടിച്ചാൽ നമുക്ക് എം ഇൻറ്റു v0 cm എന്ന് കിട്ടും. ആ ടേം എന്തായിരിക്കും? 0. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ടുള്ള വെലോസിറ്റി 0 എന്നല്ല. ഏത് പോയിന്റിനെ ബേസ് ചെയ്ത്? ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിനെ ബേസ് ചെയ്ത് സിഗ്മ എം വി കണ്ടുപിടിച്ചാൽ അത് 0 ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത കാര്യം സിഗ്മ എം ആർ, ഈ കിടക്കുന്ന ടേം സിഗ്മ എം ആർ ശരിക്കും ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമുക്കറിയാം ഒരാളുടെ മാസ് അല്ലേ എം, നമ്മളെടുത്തത് എം, അവിടേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ ആർ, അല്ലെങ്കിൽ അയാളുടെ മാസ് m1 r1, ഇതുപോലെ വേറൊരാളെ m2 r2, വേറൊരാളെ m3 r3, അതുപോലെ m4 r4, m5 r5. നമുക്കറിയാം ആ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിനെ ബേസ് ചെയ്ത് m1 r1 പ്ലസ് m2 r2 പ്ലസ് m3 r3 പ്ലസ് എക്സെട്ര mn rn വെക്ടോറിയൽ ആഡ് ചെയ്യണേ. എന്തായിരിക്കും? 0. ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്, സം ഓഫ് മൊമെൻറ്റ്സ് എബൌട്ട് ദ സെൻറ്റർ ഓഫ് മാസ് ഈസ് 0. അപ്പോൾ ആ ടേമും പോയി, 0 ആയി പോയി. കണ്ടോ 0. അങ്ങനെയാണെങ്കിൽ ബാക്കി എവിടെ വരുന്ന ടേമുകൾ ഏതൊക്കെയാണ്? നോക്കൂ, ഈ ടേം ഉണ്ട്, അതുപോലെ ഇതുമുണ്ട് അല്ലേ? ഇപ്പോൾ L ഈസ് ഈക്വൽ ടു സിഗ്മ എം ഇൻറ്റു ആർ വി, ആർ ക്രോസ് വി, പ്ലസ് സിഗ്മ എം ഇൻറ്റു r0 ക്രോസ് v0. ക്ലിയർ അല്ലേ? ഇനിയുള്ള സ്റ്റെപ്പ് നോക്കൂ നിങ്ങൾ.
ഈ എം ആരുടെ മാസം? ഒരാളുടെ മാസം. അപ്പോൾ സിഗ്മ എന്ന് പറയുമ്പോൾ ഒരാളുടെ ആണോ? ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഈ ബോഡി എന്ന് പറയുമ്പോൾ അതിനകത്ത് സോ മെനി പാർട്ടിക്കിൾസ് ഉണ്ട്. അവരുടെ ഓരോരുത്തരുടെയും വെലോസിറ്റികൾ V1, V2, V3 സേ നമ്മൾ ഒരാളുടെ V എന്ന് എടുത്തിട്ടുണ്ട് വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം. അങ്ങനെയാണെങ്കിൽ സിഗ്മ എം ഇൻറ്റു ആർ ക്രോസ് വി എന്ന് പറയുമ്പോൾ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദ ബോഡി വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ ഓഫ് മാസ് അല്ലേ? അപ്പോൾ ഈ പോയിന്റിനെ ബേസ് ചെയ്ത് ബോഡിക്ക് ഒരു റൊട്ടേഷണൽ എഫക്റ്റ് ഉണ്ട്. ആ റൊട്ടേഷണൽ എഫക്റ്റ് കാരണം അയാൾക്കുണ്ടായ ആംഗുലാർ മൊമെൻറ്റമാണ് LCM. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. ഇനി എം ഇൻറ്റു R0V0, സിഗ്മ എം നമ്മൾ എന്തായിട്ട് എടുത്തു? എം ആക്കി എടുത്തു, ടോട്ടൽ മാസ്. ഈ R0V0 നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്താ കാരണം അറിയോ നിങ്ങൾക്ക്? നോക്കൂ, ഈ പോയിന്റിനെ ബേസ് ചെയ്ത് ഇതല്ലേ R0, ഇതാണല്ലോ V0. അപ്പോൾ അവർ തമ്മിലുള്ള ആംഗിൾ ആണല്ലോ തീറ്റ. അപ്പോൾ ഈ ആംഗിളും തീറ്റയാണല്ലോ. ഇനി നിങ്ങൾ ഈ R0 ക്രോസ് V0 എന്ന് കണ്ടു നോക്കൂ. R0 ക്രോസ് V0 വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ് നമ്മൾ R0 V0 കണ്ടാൽ നമുക്കറിയാം R0 V0 സൈൻ തീറ്റ എന്ന് വരും ആണല്ലോ. ഇതിൽ V0 കോൺസ്റ്റൻ്റ് ആക്കി എടുത്തോളൂ, കോൺസ്റ്റൻറ്റ്. ബോഡി മൂവിങ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു. ഈ R0 സൈൻ തീറ്റ ആരാ അതിനകത്ത്? R0 സൈൻ തീറ്റ നോക്കൂ, ഇതാണ് R0, ഈ ആംഗിൾ തീറ്റ സൈൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ R0 സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ Y അല്ലേ? ഈ ഫിഗറിൽ കാണുന്ന Y എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അല്ലേ അത്? Y. നിങ്ങൾ നോക്കൂ, ബോഡി അങ്ങോട്ട് മൂവ് ചെയ്ത് പോകുമ്പോൾ സെൻറ്റർ ഓഫ് മാസ് V0 വെലോസിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ദിസ് R0 സൈൻ തീറ്റ ഈക്വൽ ടു Y ഈസ് എ കോൺസ്റ്റൻറ്റ്. മനസ്സിലായോ? അപ്പം രണ്ട് ടേമുകൾ വരുന്നു. ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ ബോഡി റൊട്ടേഷണൽ എഫക്റ്റ് കാരണം ഉണ്ടായ LCM ഉണ്ട്. ദെൻ വിത്ത് റെസ്പെക്ട് ടു നമ്മൾ നേരത്തെ ചെയ്ത പ്രൊസീജിയർ ഉണ്ടല്ലോ, എം ഇൻറ്റു R0 V0 ഉണ്ട്. ഇനി ഡയറക്ഷൻ നോക്കണം, സെൻസ് ഓഫ് റൊട്ടേഷൻ നോക്കണം. അത് ഞാൻ നിങ്ങൾക്ക് പ്രോബ്ലംസിലൂടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഓർമ്മിച്ച് വെക്കേണ്ട പോയിന്റ് ഇതാണ്. ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ എബൌട്ട് സെൻറ്റർ ഓഫ് മാസിനെ ബേസ് ചെയ്ത് കറങ്ങിയത് കാരണമുള്ള LCM ഉണ്ട്, പ്ലസ് ഈ റെഫറൻസ് പോയിന്റിനെ ബേസ് ചെയ്ത് പറയുന്ന ആംഗുലാർ മൊമെൻറ്റം ഡ്യൂ ടു ട്രാൻസ്ലേഷനും ഉണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് പറയാം ദിസ് ഈസ് ദ ആംഗുലാർ മൊമെൻറ്റം ഡ്യൂ ടു റൊട്ടേഷൻ, ദിസ് ഈസ് ദ ആംഗുലാർ മൊമെൻറ്റം ഡ്യൂ ടു ട്രാൻസ്ലേഷൻ. നിങ്ങൾക്ക് ആംഗുലാർ മൊമെൻറ്റം എന്നുള്ള കോൺസെപ്റ്റ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ബോഡിയുടെ ഒമേഗ സീറോ, അതായത് ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നില്ല, ബോഡി ട്രാൻസ്ലേഷണൽ മോഷൻ മാത്രമാണ് നടത്തുന്നത്. ബോഡി ട്രാൻസ്ലേഷണൽ മോഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ടേം എന്തായി പോവും? 0 ആയി പോവും. അപ്പോൾ L ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് മാത്രം വരുന്നു? ടോട്ടൽ മാസ് ഇൻറ്റു R0 ക്രോസ് V0, ദാറ്റ് ഈസ് ക്യാപിറ്റൽ M ഇൻറ്റു R0 ഇൻറ്റു V0 ഇൻറ്റു സൈൻ തീറ്റ, ഓർ ദാറ്റ് ഈസ് ഈക്വൽ M ഇൻറ്റു ഈ R0 സൈൻ തീറ്റ Y ആണ്, MY ഇൻറ്റു V0. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം L ഈസ് ഈക്വൽ ടു MY V0 എന്ന് വരുന്നു. ഇത് എപ്പോഴാണ് വരുന്നത്? ബോർഡർ ഒമേഗ 0 ആയാൽ. അപ്പോൾ ഒമേഗ 0 എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ് ബോഡിക്ക് ട്രാൻസ്ലേഷൻ മാത്രമേ ഉള്ളൂ. ട്രാൻസ്ലേഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ ഓൾറെഡി പഠിപ്പിച്ച ഇക്വേഷനിലേക്ക് തന്നെ നമ്മൾ വരുന്നു. ക്ലിയർ ആയോ? ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ഒഴിവാക്കുന്നു? ഈ ടേം നമുക്ക് വെലോസിറ്റി ഒഴിവാക്കാം. ഇതാ ബോഡി കറങ്ങുന്നുണ്ട്, വെലോസിറ്റി ഇല്ല, അതായത് വെലോസിറ്റി 0. അതായത് ഈ പോയിന്റിനെ ബേസ് ചെയ്ത് ബോഡി അവിടെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു, ഓൺലി റൊട്ടേഷൻ, എന്തില്ല? ട്രാൻസ്ലേഷണൽ മോഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ആംഗുലാർ മൊമെൻറ്റം? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല? ഈ ടേം ആവശ്യമില്ലല്ലോ, ഈ ടേം 0 ആയി പോയി. അങ്ങനെയാണെങ്കിൽ L ഈസ് ഈക്വൽ ടു നമുക്ക് LCM എന്ന് മാത്രമല്ലേ കിട്ടുന്നത്. അത് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, I⍵. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ രണ്ട് ടേമുകൾ വരാൻ കാരണം ട്രാൻസ്ലേഷനും ഉണ്ട്, ഒപ്പം റൊട്ടേഷനും ഉണ്ട്. ഞങ്ങൾക്ക് 1-2 പ്രോബ്ലംസിലൂടെ ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ആംഗുലാർ മൊമെൻറ്റം, ട്രാൻസ്ലേഷൻ, റൊട്ടേഷൻ, ബോത്ത് എല്ലാം പറഞ്ഞു അല്ലേ? ഇതിൻ്റെ തിയറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം, കാരണം എന്നാലേ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആവുള്ളൂ. ഈ എപ്പിസോഡ് കുറച്ച് ലെങ്തി എപ്പിസോഡാണ്, പക്ഷേ ഡോൺ വറി, നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ തന്നെ നിങ്ങൾക്ക് പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് ഒന്നും കൂടെ പറഞ്ഞു തരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ പിക്ചർ കിട്ടിയാൽ പിന്നെ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ ആംഗുലാർ മൊമെൻറ്റത്തിൽ മാസ്റ്റർ ആവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസ് നോക്കാം. ഒരു ഡിസ്ക്കാണ് കേട്ടോ, എല്ലാം ഡിസ്കിനെ ബേസ് ചെയ്താണ് ഞാൻ പറയുന്നത്.
disk is revolving, axis of rotation z, angular velocity omega. ആംഗുലാർ മൊമെൻറ്റം ഓഫ് റിജിഡ് ബോഡി കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. L is equal I ഒമേഗ. ആംഗുലാർ മൊമെൻറ്റം വെക്ടർ ആണ്, അതുകൊണ്ടാണ് മുകളിൽ വെക്ടർ സിമ്പൽ I ഒമേഗ. I എന്ന് പറയുമ്പോൾ എത്രയാ? ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ഡിസ്ക് ആണെങ്കിൽ mr²/2 എല്ലാവർക്കും അറിയുന്നതല്ലേ ഇത്, mr²/2. റിംഗ് ആണ് mr², ഡിസ്ക് ആണ് mr²/2. സോളിഡ് സ്ഫിയർ ആണെങ്കിൽ 2/5 r², അറിയാം. ദെൻ ഇൻറ്റു ഒമേഗ. ഒമേഗ കോൺസ്റ്റൻ്റ് ആണ്, കാരണം എല്ലാ മാസ് പാർട്ടിക്കിൾസും ഒമേഗ ആംഗുലാർ വെലോസിറ്റിയിലാണ് റിവോൾവ് ചെയ്യുന്നത്. ഡയറക്ഷൻ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. എന്താ ഡയറക്ഷൻ നോക്കൂ. ഇങ്ങനെയല്ലേ കറങ്ങിയത്? ഇങ്ങനെ കറങ്ങുമ്പോൾ ആ ഡയറക്ഷൻ നമ്മുടെ ഫിംഗേഴ്സ് വെക്കുന്നു. തമ്പ് വിൽ ഗിവ്സ് യു ദ ഡയറക്ഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ഇവിടെ നോക്കൂ, ഇങ്ങനെ കറങ്ങുമ്പോൾ സെഡ് ആക്സിസ് അല്ലേ വരിക. അപ്പോൾ ഈ കേസിൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങുന്നു, ആംഗുലാർ മൊമെൻറ്റം അപ്പ് വീടും. അതുകൊണ്ടാണ് കെ ക്യാപ്പ്. അപ്പോൾ കെ ക്യാപ്പ് എന്തിനെ കാണിക്കാനാണ്? ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷനെ കാണിക്കാനാണ്. ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ആക്സിസിന് പാരലാണെന്ന് നമുക്കറിയാം, ആക്സിയൽ വെക്ടർ. ഓക്കെ, അപ്പോൾ അത് കിട്ടി. അപ്പോൾ ഇതെല്ലാവരും ക്ലിയർ ആയല്ലോ അല്ലേ? ആംഗുലാർ മൊമെൻറ്റം L is equal to I ഒമേഗ, I equal to mr²/2 ഇൻറ്റു ഒമേഗ, കെ ക്യാപ്പ് റെപ്രസെൻറ്റ് ഡയറക്ഷൻ. സെക്കൻഡ് കേസിലോട്ട് വരുമ്പോൾ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇതാ ഇവിടെയാണ്, വിത്ത് ആൻ ആംഗുലാർ വെലോസിറ്റി ഒമേഗ. ബോഡി ഇതാ ഇവിടെയാണ്. അപ്പോൾ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസിലൂടെ പോണ ആക്സിസ് എന്ന് പറയുമ്പോൾ ഇതല്ലേ, ആ ആക്സിസിലല്ല റിവോൾവ് ചെയ്തിരിക്കുന്നത്, അബൌട്ട് ദിസ് ആസ് ആക്സിസ്. അപ്പോൾ നമ്മൾ എന്താ അപ്ലൈ ചെയ്യണം? പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യണം. നോക്കൂ, ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ആംഗുലാർ മൊമെൻറ്റം L is equal to I ഒമേഗ. പക്ഷേ I എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, I equal to ICM plus MD². ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കിട്ടാൻ നമ്മൾ എന്താ ചെയ്തത്? ഇതാണ് ഇയാളുടെ സെൻറ്റർ ഓഫ് മാസ്. ആ സെൻറ്റർ ഓഫ് മാസിലൂടെയുള്ള ആക്സിസിൽ റിവോൾവ് ചെയ്താൽ അയാളുടെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ICM ആയിരിക്കും. പ്ലസ് നമുക്ക് ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കിട്ടാൻ ടോട്ടൽ മാസ് ഓഫ് ദ ബോഡി ഇൻറ്റു ദാ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള അകലം D ആണെങ്കിൽ പ്ലസ് MD². പാരലൽ ആക്സിസ് തിയറം എല്ലാവർക്കും വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ ഇൻറ്റു ഒമേഗ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ്, ICM plus MD² ഇൻറ്റു ഒമേഗ. ICM ഈസ് mr²/2. MD² ഫിഗറിൽ ക്ലിയർ ആണ്, ഇൻറ്റു ഒമേഗ. ഈ ഡയറക്ഷൻ നോക്കൂ, ബോഡി എങ്ങനെയാണ് കറങ്ങുന്നത്? ഇങ്ങനെ തന്നെയല്ലേ കറങ്ങുന്നത്. ഇപ്പോൾ സെൻസ് ഓഫ് റൊട്ടേഷനിൽ മാറ്റമില്ല, അത് ഇങ്ങനെ തന്നെയാണ് കറങ്ങുന്നത്. അങ്ങനെ കറങ്ങുന്നത് കാരണം സ്റ്റിൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് യെസ്, ഈ ആക്സിസ് സെഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എലോങ് സെഡ് ആക്സിസ്, ആക്സിയൽ വെക്ടർ. അപ്പോൾ ഇവിടെ ആക്സിസ് എന്ന് പറയുമ്പോൾ സെഡ് ആക്സിസ് ആണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് അയാൾ കറങ്ങുന്നത്. ആ കറങ്ങുന്ന സമയത്ത് അയാളുടെ ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കിട്ടാൻ എന്ത് ചെയ്യണം? പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യണം. ക്ലിയർ അല്ലേ? ഈ തേർഡ് കേസ് നോക്കൂ. ഇതിൽ ആദ്യം നമുക്ക് ആ ആക്സിസുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇത് X ആണ്, ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് Y ആണ്, ഇതാണ് Z. ഓക്കെ, അപ്പോൾ ബോഡി മൂവിങ് വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി V എലോങ് X ആക്സിസ്. അപ്പോൾ ട്രാൻസ്ലേഷണൽ മോഷനും ഉണ്ട്, ഒപ്പം നിങ്ങൾ നോക്കുക കറങ്ങുന്നുണ്ട്, ആംഗുലാർ വെലോസിറ്റി ഒമേഗ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ബോത്ത് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ. നമുക്ക് ആംഗുലാർ മൊമെൻറ്റം വേണ്ടത് ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ആംഗുലാർ മൊമെൻറ്റം നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കാണും? രണ്ട് ടേം വരുമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഒന്ന് റൊട്ടേഷൻ കാരണമുള്ള ആംഗുലാർ മൊമെൻറ്റവും വരും, ദെൻ ഏതും വരും, ട്രാൻസ്ലേഷണൽ മോഷൻ കാരണമുള്ള ആംഗുലാർ മൊമെൻറ്റം വരും. നമ്മൾ ആദ്യം പഠിപ്പിച്ചത് ട്രാൻസ്ലേഷണൽ മോഷൻ കാരണമുള്ള ആംഗുലാർ മൊമെൻറ്റം, പിന്നെ റൊട്ടേഷൻ കാരണം, രണ്ടും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, നോക്കൂ, ഇതാ ഫസ്റ്റ് കണ്ടോ നിങ്ങൾ, I ഒമേഗ കെ ക്യാപ്പ്. ഒമേഗ ആംഗുലാർ വെലോസിറ്റിയിൽ റിവോൾവ് ചെയ്യുന്നു. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? ഫസ്റ്റ് ടേം I ഒമേഗ, അതാണ് I ഒമേഗ. I എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിസ്ക് ആണ്, അപ്പോൾ നമുക്കറിയാം mr²/2 വരും. mr²/2 ഇൻറ്റു ഒമേഗ. ഡയറക്ഷനോ ഇങ്ങനെയല്ലേ കറങ്ങിയത്? ആ കറങ്ങിയ ഡയറക്ഷനിൽ നിങ്ങൾ നിങ്ങളുടെ ഫിംഗേഴ്സ് പിടിക്കുന്നു. ഓക്കെ, തമ്പ് എവിടേക്കാണ് നിൽക്കുന്നത്? തമ്പ് ഉള്ളിലോട്ടല്ലേ? പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ ബോർഡ് ആൻഡ് ഇൻവേർഡ് അല്ലേ? പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ ബോർഡ് ആൻഡ് ഇൻവേർഡ്. ഇതല്ലേ സെഡ് ആക്സിസ് ആണോ?
ഇതാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് സെഡ് ആക്സിസ്. ഇവിടേക്കല്ലേ സെഡ് ആക്സിസ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആംഗുലർ മൊമെന്റം ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ എലോങ് മൈനസ് സെഡ് ഡയറക്ഷൻ അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് കെ ക്യാപ്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ റൊട്ടേഷൻ കാരണമുള്ള ആംഗുലർ മൊമെന്റം ഐ ഒമേഗ. അതിൻ്റെ ഡയറക്ഷൻ കിട്ടാൻ സെൻസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ആ ഡയറക്ഷനിൽ നമ്മൾ നമ്മുടെ ഫിംഗേഴ്സ് വെച്ചാൽ തമ്പ് വിൽ ഗീവ്സ് യു ദ ഡയറക്ഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. അപ്പോൾ ഐ ഒമേഗ ഇൻറ്റു മൈനസ് കെ ക്യാപ്. ഐക്ക് പകരം നമുക്ക് mr²/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് റൊട്ടേഷൻ കാരണം കിട്ടിയതാണ്. ഇനി ട്രാൻസ്ലേഷൻ എടുക്കണ്ടേ. ട്രാൻസ്ലേഷൻ കാരണമുള്ള ആംഗുലർ മൊമെന്റം കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ദാ ഇവിടെ നിന്ന് ഒരു പൊസിഷൻ വെക്ടർ വരച്ചു, r0. ഇതാണ് വി. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ തീറ്റ. അപ്പോൾ സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? MVD ഇൻറ്റു കെ ക്യാപ്. അപ്പോൾ അതെങ്ങനെ കിട്ടി നോക്കാം. നോക്കൂ, അപ്പോൾ ട്രാൻസ്ലേഷൻ കാരണമുള്ള ആംഗുലർ മൊമെന്റം എന്ന് പറയുമ്പോൾ r0 ക്രോസ് MV ആണല്ലോ. ട്രാൻസ്ലേഷൻ മോഷൻ കാരണമുള്ള ഈ ഫസ്റ്റ് ടേമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ LT = ട്രാൻസ്ലേഷൻ കാരണമുള്ള വാല്യൂ വരുന്നത് r0 ഇൻറ്റു V ഇൻറ്റു M ഇൻറ്റു സൈൻ തീറ്റ ആണല്ലോ. ഈ r0 സൈൻ തീറ്റ ആരാ? r0 സൈൻ തീറ്റ നിങ്ങൾ നോക്കൂ, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റയാണല്ലോ. ഇപ്പം ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇത് r0 ആണെങ്കിൽ ഇതാണല്ലോ r0 സൈൻ തീറ്റ. r0 സൈൻ തീറ്റ ഈ ഫിഗറിലോട്ട് നോക്കൂ നിങ്ങൾ. r0 സൈൻ തീറ്റ ഈസ് d, ദിസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇതാണ് r, ഇതാണ് r സൈൻ തീറ്റ. അപ്പോൾ ബോഡി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി v ആണെങ്കിൽ ദിസ് d റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഈ r0 ഇൻറ്റു സൈൻ തീറ്റേനെ നമ്മൾ എന്താക്കി എഴുതി? d. അപ്പോൾ ടോട്ടൽ മാസ് ഓഫ് ദ ബോഡി, ഇവിടെ സ്മോൾ m എന്ന് വന്നിട്ടുണ്ട്, അത് ക്യാപിറ്റൽ M ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, m ഇൻറ്റു v ഇൻറ്റു d. r സൈൻ തീറ്റേനെയാണ് നമ്മൾ എന്താക്കി മാറ്റി എഴുതിയിരിക്കുന്നത്? d എന്ന് മാറ്റി എഴുതിയിരിക്കുന്നത്. r സൈൻ തീറ്റ ഈസ് സ്മോൾ d. ഇനി ഡയറക്ഷൻ പറയാം. r ഇങ്ങോട്ട്, v ഇങ്ങോട്ട്. അപ്പോൾ നോക്കൂ, r ക്രോസ് v. r ക്രോസ് v ഈസ് എഗെയിൻ അലോങ്, r ക്രോസ് v കണ്ടുപിടിച്ച് നോക്കൂ, എഗെയിൻ അലോങ് മൈനസ് സെഡ് ആക്സിസ്, നെഗറ്റീവ് സെഡ് ആക്സിസ്. അതുകൊണ്ടാണ് അവിടെയും ഒരു മൈനസ് കെ ക്യാപ്. അപ്പോൾ ടോട്ടൽ ആംഗുലാർ മൊമെന്റം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? റൊട്ടേഷൻ കാരണമുള്ള ആംഗുലാർ മൊമെന്റം പ്ലസ് ട്രാൻസ്ലേഷൻ കാരണമുള്ള ആംഗുലാർ മൊമെന്റം രണ്ടും കൂടെ ആഡ് ചെയ്യണം. ഐക്ക് വരെ mr²/2 കൊടുത്തു, ഒമേഗ ഒമേഗ തന്നെ. ദെൻ MVD ഇൻറ്റു മൈനസ് കെ ക്യാപ്. MVD ക്ലിയർ ആണല്ലോ. ശരിക്കും M ഇൻറ്റു r ക്രോസ് v ആണ്. r സൈൻ തീറ്റനെ നമ്മൾ എന്താക്കി മാറ്റി എഴുതിയതാണ്? d ആയിട്ട് മാറ്റി എഴുതിയതാണ്. രണ്ട് ആംഗുലാർ മൊമെന്റം ഒരേ ഡയറക്ഷനാണ്, രണ്ടും കണ്ടോ, മൈനസ് കെ ക്യാപ് മൈനസ് കെ ക്യാപ്. ഇപ്പോൾ രണ്ടും കൂടെ സിംപ്ലി ആഡ് ചെയ്തു. ഇതാണ് ഫൈനൽ റിസൾട്ട്. ഓക്കെ, ഇനി ഞാൻ പറയട്ടെ അടുത്ത കേസ്. ഈ അടുത്ത കേസുമായിട്ടുള്ള ഡിഫറൻസ് ശരിക്കും മനസ്സിലാക്കണേ. ഇതാ, ട്രാൻസ്ലേഷൻ കാരണമുള്ള ആംഗുലാർ മൊമെന്റം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിൽ മാറ്റമൊന്നുമില്ല, സെയിം തന്നെ വരും. അതായത് MVD ഇൻറ്റു കെ ക്യാപ് തന്നെ വരുന്നു. കാരണം വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഈ പോയിന്റിനെ ബേസ് ചെയ്ത് ഇയാൾ v വെലോസിറ്റിയിൽ മുന്നോട്ട് പോകണു. അപ്പോൾ ട്രാൻസ്ലേഷണൽ ആംഗുലാർ മൊമെന്റത്തിൽ മാറ്റമൊന്നുമില്ല വിത്ത് റെസ്പെക്ട് ടു. അതുകൊണ്ട് MVD ഇൻറ്റു മൈനസ് കെ ക്യാപ്. അടുത്തത് ശ്രദ്ധിക്കണം. ഇവിടെ നിങ്ങൾ നോക്കൂ, റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ ക്ലോക്ക് വൈസ് മാർക്ക് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നിങ്ങൾ നോക്കൂ, ആ ആംഗുലാർ മൊമെന്റത്തിൻ്റെ ഡയറക്ഷൻ ഔട്ട്വേർഡ് ആണല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളിവിടെ നോക്കൂ, റൊട്ടേഷനിൽ കാരണമുള്ള ആംഗുലാർ മൊമെന്റം ഈ കേസിൽ ഐ ഒമേഗ ഇൻറ്റു മൈനസ് കെ ക്യാപ് ആണെങ്കിൽ ഈ കേസിൽ ഐ ഒമേഗ ഇൻറ്റു പ്ലസ് കെ ക്യാപ് ആണ്. ഡിഫറൻസ് മനസ്സിലായോ? സെൻസ് ഓഫ് റൊട്ടേഷൻ മാറിയപ്പോൾ എന്ത് മാറിയിട്ടുണ്ട്? ഡയറക്ഷൻ മാറിയിട്ടുണ്ട്. തെറ്റിപ്പോയില്ലല്ലോ. അപ്പോൾ ഈ കേസിൽ ട്രാൻസ്ലേഷൻ കാരണവും റൊട്ടേഷൻ കാരണമുള്ള ആംഗുലാർ മൊമെന്റം ഒരേ ഡയറക്ഷനാണ് വരുന്നത്. അതായത് ആ ആംഗുലാർ മൊമെന്റത്തിൻ്റെ ഡയറക്ഷൻ ഒരേ ഡയറക്ഷനാണ്. അതുകൊണ്ട് രണ്ടും കൂടെ ആഡ് ചെയ്തു. എന്നാൽ ഇവിടെ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ട്രാൻസ്ലേഷൻ കാരണമുള്ള ആംഗുലാർ മൊമെന്റത്തിൻ്റെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ ബോർഡ് ആൻഡ് ഇൻവേർഡ് ആണെങ്കിൽ റൊട്ടേഷൻ കാരണമുള്ള ആംഗുലാർ മൊമെന്റത്തിൻ്റെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ ബോർഡ് ആൻഡ് ഔട്ട്വേർഡ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വരുന്നത്? പ്ലസ് കെ ക്യാപ് വരുന്നത്. പിന്നെ നോർമൽ പ്രൊസീജിയർ കേട്ടോ. അപ്പം ഞാൻ ഒന്ന് ബ്രീഫ് ചെയ്യാം. ഇതിൽ നമ്മൾ റൊട്ടേഷൻ അബൌട്ട് z ആക്സിസ്, ഫിക്സ്ഡ് ആക്സിസ്. ഇവിടെയും റൊട്ടേഷൻ അബൌട്ട് ഫിക്സ്ഡ് ആക്സിസ് തന്നെയാണ്. പക്ഷേ ദാറ്റ് ആക്സിസ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് d ഫ്രം ദ സെൻറ്റർ ഓഫ് മാസ്. ഇതിൽ റൊട്ടേഷനും ഉണ്ട്, ട്രാൻസ്ലേഷനും ഉണ്ട്. ഇതിലും അങ്ങനെ തന്നെയാണ്.
റൊട്ടേഷനും ഉണ്ട് ട്രാൻസ്ലേഷനും ഉണ്ട്. ഇതിൽ റൊട്ടേഷൻ കാരണമുള്ള ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ എവിടേക്കാണ്? ഉള്ളിലോട്ടാണെങ്കിൽ ഇതിൽ റൊട്ടേഷൻ കാരണമുള്ള ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ പുറത്തോട്ടാണ്. ട്രാൻസ്ലേഷൻ കാരണം ഈ കേസിൽ ആംഗുലാർ മൊമെൻറ്റം ഇൻവേർഡാണ്, ട്രാൻസ്ലേഷൻ കാരണം ഈ കേസിലും ആംഗുലാർ മൊമെൻറ്റം ഇൻവേർഡാണ്. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം. ഹോംവർക്ക്: disk of mass m, radius r is rolling with an angular velocity omega on a horizontal plane as shown in figure. The magnitude of angular momentum of the disk about the origin O is. ഇതാണ് ഡിസ്ക്. ഡിസ്ക് എന്ത് ചെയ്യുന്നു? റോളിംഗ് ഇപ്പം മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ വെലോസിറ്റി ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ വി എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻറ്റിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഇവിടേക്ക് ഒരു പൊസിഷൻ വെക്ടർ വരച്ചാൽ ദാറ്റ് പൊസിഷൻ വെക്ടർ മേക്സ് ആൻ ആംഗിൾ തീറ്റ വിത്ത് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ട്. ഇതുപോലെ ഒമേഗ ആംഗുലാർ വെലോസിറ്റിയിൽ കറങ്ങുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റനിൽ കാണാൻ പറഞ്ഞിരിക്കുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദ ഡിസ്ക് അബൌട്ട് ഒ. ഈ പ്രോബ്ലം ചെയ്യാൻ ഒരു കാര്യം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ആ കാര്യം ഞാനൊന്ന് നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യിപ്പിച്ച് തരാം. എങ്ങനെയാണത് വരുന്നത് എന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ റോളിംഗ് മോഷൻ പറയുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുന്നേ ഒരു ഇൻട്രോ ആണ് ഈ പ്രോബ്ലം. നിങ്ങൾ അറിയേണ്ട കാര്യം, ഈ ബോഡി റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ്, അതായത് റോൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു, സ്ലിപ്പ് ആവുന്നില്ല, നിരങ്ങുന്നില്ല. ഞാൻ ഈ ചാപ്റ്ററിന് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതിനുള്ള കണ്ടീഷനാണ് വി = r ഒമേഗ. വിയുടെ വാല്യൂ r ഒമേഗ വരണം. where r is the radius of the disk, omega is the angular velocity. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിലെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തു തരുള്ളൂ. ഓക്കെ, സസ്പെൻസിൽ കിടക്കണം. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം അബൌട്ട് ദിസ് പോയിന്റ്. അപ്പോൾ ഒമേഗ ആംഗുലാർ വെലോസിറ്റിയിൽ കറങ്ങുന്നത് കാരണം ഒരു ആംഗുലാർ മൊമെൻറ്റം ഉണ്ട്, ഐ ഒമേഗ. ഉറപ്പാണല്ലോ? കഴിഞ്ഞിട്ടില്ല. വി വെലോസിറ്റിയിൽ മുന്നോട്ട് പോകുന്നത് കാരണം ഈ പോയിന്റിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ ഒരു ട്രാൻസ്ലേഷണൽ ആംഗുലാർ, അതായത് ട്രാൻസ്ലേഷണൽ മോഷൻ കാരണം ആംഗുലാർ മൊമെൻറ്റം ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം കിട്ടാൻ രണ്ടും കൂടെ ആഡ് ചെയ്യണം. ഡയറക്ഷൻ നോക്കണേ, രണ്ടും ഒരേ ഡയറക്ഷനാണോ അതോ ഓപ്പോസിറ്റ് ഡയറക്ഷനാണോ നോക്കണം, ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. ഇതിനകത്ത് വെലോസിറ്റി എന്നുള്ളൊരു ടേം വരുന്നില്ല. അതിന് കാരണം വീനെ ആരെ വെച്ച് റീപ്ലേസ് ചെയ്ത് കാണും? വി = r ഒമേഗ വെച്ച് റീപ്ലേസ് ചെയ്ത് കാണും. വി = r ഒമേഗ ഈസ് ദ കണ്ടീഷൻ ഫോർ റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ്. ഓക്കെ, അപ്പോൾ കോംപ്രമൈസ് ചെയ്യരുത്. ഈ പ്രോബ്ലം മസ്റ്റായിട്ട് ചെയ്യണം. ഈ പ്രോബ്ലം ചെയ്ത് നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചാൽ എനിക്ക് നിങ്ങളെ പ്യുവർ റോളിംഗ് പഠിപ്പിക്കാൻ വളരെ ഈസിയാണ്. ഓക്കെ, ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് വരാൻ പോകുന്നത്. പ്യുവർ റോളിങ്ങിൻ്റെ കണ്ടീഷൻ വരുന്നു, സൈക്ലോണിക് മോഷൻ വരുന്നു, ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നു. 1-2 എപ്പിസോഡോടെ നമ്മുടെ ചാപ്റ്റർ തീരുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് പ്രോബ്ലം ചെയ്തേ വരാവൂ.